നമസ്കാരം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രപരമായ വഴിത്തിരിവാണെങ്കിലും ഇന്ത്യ US വ്യാപാര കരാറിന് പകരമാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ലെന്ന യാഥാർത്ഥ്യ ബോധത്തിലാണ് ഓഹരി വിപണി. ദീർഘകാലത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമായേക്കാവുന്ന കരാറാണിതെങ്കിലും ഏറ്റവും നിർണായകം അമേരിക്കൻ വിപണിയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ തന്നെയാണ് എന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഇടയിൽ സ്ഥാപിക്കപ്പെട്ട ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ ഒരു മഹത്തായ വഴിത്തിരിവാണെന്ന കാര്യത്തിൽ സംശയമില്ല. വിദേശ വ്യാപാര മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം വിപുലീകരിക്കുന്നതിലും നിക്ഷേപകർക്കും വ്യാപാര സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഈ കരാർ വലിയ പങ്ക് വഹിക്കുന്നു. യൂറോപ്യൻ വിപണിയുടെ വിശാലമായ ഉപഭോക്തൃ ശേഷിയും സാങ്കേതിക വിദഗ്ധതയും ഇന്ത്യക്ക് പുതിയ വ്യാപാര മാർഗങ്ങൾ തുറക്കും. അതേസമയം സാമ്പത്തിക വിദഗ്ധർ, വിപണി വിശകലനകർ, നിക്ഷേപകർ എന്നിവർ പൊതുവെ ഇതിനെ ഇന്ത്യ US ട്രേഡ് എഗ്രിമെന്റ് പൂർണ്ണ പ്രസ്ഥാനം വഹിക്കുന്നതായി കാണുന്നില്ല എന്നാണ് പറയുന്നത്. അമേരിക്കൻ വിപണിയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വിപണി ഉറപ്പിനും കേന്ദ്ര ഭാഗമാണ് എന്നവർ വ്യക്തമാക്കുന്നു. ഫ്രീ ട്രേഡ് കരാറുകൾ ദൈർഘ്യമുള്ള സാമ്പത്തിക പ്രയോജനം നൽകുമെങ്കിലും വൻതോതിലുള്ള ഉപഭോക്തൃ വിപണിയുള്ള അമേരിക്കൻ വ്യാപാര ബന്ധത്തെ മാറ്റിവെക്കാനാകുന്നതല്ല. ഇൻഡസ്ട്രികൾ, സാങ്കേതിക മേഖലയിലെ സംരംഭങ്ങൾ, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയിൽ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് അമേരിക്കൻ വിപണിയുടെ സാന്നിധ്യത്തിലൂടെയാണ്. അതുകൊണ്ട് ഇന്ത്യ UAE കരാർ ഒരു പുതിയ വാതിൽ തുറക്കുന്നതാണ്. പക്ഷേ നിലവിലുള്ള വിപണി പ്രതീക്ഷകൾ അനുസരിച്ച് ഇത് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തെ പൂർണ്ണമായും പകരം വയ്ക്കാൻ കഴിയുന്നതല്ല. ഫലപ്രദമായ സാമ്പത്തിക വളർച്ചയ്ക്കും അന്താരാഷ്ട്ര വ്യാപാര നിലവാരത്തിൽ ഇന്ത്യയുടെ നില ശക്തിപ്പെടുത്തുന്നതിനും ഈ കരാർ സഹായകരമായേക്കും. എങ്കിലും വിപണി പ്രതീക്ഷകളിലെ പ്രധാന കാഴ്ചപ്പാട് ഇപ്പോഴും അമേരിക്കൻ വിപണിയുമായുള്ള ബന്ധത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം. ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 1/3 ലോക GDPയുടെ 25% പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ഇന്ത്യയുടെ വ്യാപാര ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറുകളിലൊന്നാണ്. വ്യവസായ ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ, കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽസ് ഉൾപ്പെടെ നിരവധി മേഖലയിലായി തീരുവ കുറയ്ക്കാനും ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനും കരാർ വഴിയൊരുക്കും. കരാർ ഇന്ത്യൻ കയറ്റുമതിക്ക് യൂറോപ്യൻ വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം നൽകുമെങ്കിലും അതിന്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. തീരുവക്കുറവുകൾ ഘട്ടം ഘട്ടമായാണ് നടപ്പാക്കുന്നത് എന്നതിനാൽ കമ്പനികളുടെ ലാഭത്തിലോ വിദേശ നിക്ഷേപ പ്രവാഹത്തിലോ ഉടൻ വലിയ ചലനം ഉണ്ടാകില്ല എന്നാണ് വിപണി വിലയിരുത്തൽ. ജെംസ് ആൻഡ് ജ്വല്ലറി, നിർമ്മാണം, ചില കയറ്റുമതി അധിഷ്ഠിത മേഖലകൾ എന്നിവയ്ക്ക് കരാർ ഗുണകരമാകുമെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ അമേരിക്കയുടെ സ്ഥാനത്തിന് ഇത് പൂർണ്ണ ബദലാവില്ല. ഇന്ത്യക്ക് US വലിയ വ്യാപാര മിച്ചമാണുള്ളത്. IT സേവനങ്ങൾ, ഫാർമ, ഓട്ടോ ഘടകങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ലാഭവും സ്ഥിരതയും നൽകുന്നത് അമേരിക്കൻ വിപണിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ US വ്യാപാര കരാർ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ശക്തമായ പോസിറ്റീവ് പ്രതികരണം പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ തന്ത്രപ്രധാനമായ വൈവിധ്യവൽക്കരണ നീക്കമായാണ് വിപണി കാണുന്നത്. ഒരു വിപണിയിലേക്കുള്ള പരിധിവിട്ട ആശ്രയത്വം കുറയ്ക്കാൻ ഇത് സഹായിക്കും. എങ്കിലും വരുമാനവും ലാഭവളർച്ചയും നയിക്കുന്ന പ്രധാന എഞ്ചിൻ എന്ന നിലയിൽ US ഇപ്പോഴും വലിയ മുൻതൂക്കം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. നിക്ഷേപകർ ഈ കരാറിനെ ദീർഘകാല കാഴ്ചപ്പാടോടെ കാണണമെന്ന് വിപണി വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഇത് ഇന്ത്യയുടെ ആഗോള വ്യാപാര നിലപാട് ശക്തിപ്പെടുത്തും. വിതരണ ശൃംഖലകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കും. എന്നാൽ ഹ്രസ്വകാലത്ത് ഓഹരി വിപണിയെ ശക്തമായി കുതിപ്പിക്കാൻ മാത്രം ഈ കരാറിന് ശേഷിയുണ്ടാകില്ല. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ അംഗരാജ്യങ്ങളുടെയും യൂറോപ്യൻ പാർലമെന്റിന്റെയും ഔപചാരിക അംഗീകാരങ്ങൾക്ക് ശേഷം പ്രാബല്യത്തിൽ വരും. ആഗോള സംരക്ഷണവാദ പ്രവണതകൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ വ്യാപാര വൈവിധ്യവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാറിനെ വിലയിരുത്തുന്നത്. ഇന്ത്യ US വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയുടെ വിദേശ നിക്ഷേപ ശൃംഖലയെയും ഡിജിറ്റൽ സേവന മേഖലയുടെ വളർച്ചയെയും നിർമ്മാണ വ്യാപാര മേഖലയെയും നേരിട്ട് ബാധിക്കും. യൂറോപ്യൻ ഫ്രീ ട്രേഡ് കരാർ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാര നിലയിൽ ഒരു മികവ് കൂട്ടലാണ്. പക്ഷെ അതത് കരാർ മാത്രമായി അമേരിക്കൻ വിപണി പകരമാവില്ല. അതുകൊണ്ട് ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ വ്യാപാര പദ്ധതികൾ സുതാര്യമായും ദീർഘദൃഷ്ടിയോടെയും ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. US വിപണിയുമായുള്ള ദൃഢമായ സാമ്പത്തിക ബന്ധം നിലനിർത്തലും യൂറോപ്യൻ വിപണിയുമായി വ്യാപാര സാധ്യതകളെ പ്രയോജനപ്പെടുത്തലും ഒരേ സമയം നടത്തുമ്പോൾ ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക നില ശക്തമാക്കാൻ കഴിയും. ഈ ക്രമീകരണം ഇന്ത്യയുടെ വ്യവസായ വികസനത്തിന്, തൊഴിൽ സൃഷ്ടിക്കും, നിക്ഷേപ ആകർഷണത്തിനും സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിനാൽ മാർക്കറ്റുകൾക്ക് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ UAE കരാർ ഒരു വലിയ മുന്നേറ്റമാണെങ്കിലും ഇന്ത്യ US വ്യാപാര ബന്ധം എപ്പോഴും ആ നിരയിലെ പ്രധാന ഘടകം തന്നെയാണ് എന്ന വസ്തുതയിൽ തന്നെ ആയിരിക്കും.